നമസ്കാരം. ഇത് ഏപ്രിൽ 2-ാം തീയതി ഇറങ്ങിയ മലയാള മനോരമ ദിനപത്രമാണ്. ഈ വാർത്തയിൽ കാണുന്നത് കടമെടുപ്പിൽ ആശ്വാസമില്ല എന്നുള്ള ഒരു തലക്കെട്ടിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ആ തലക്കെട്ടിന് താഴെ എഴുതിയിരിക്കുന്നു, പരിധി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ധനനയം ലംഘിക്കാൻ പ്രേരണയാകുമെന്ന് കോടതി. കേന്ദ്ര നിയന്ത്രണങ്ങൾ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും. നിയമപ്പോര് തുടരും. തുടർന്ന് വാർത്തയുടെ അകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അധിക കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന് 13,608 കോടി രൂപ കൂടുതലായി കടമെടുക്കാൻ കഴിഞ്ഞുവെന്ന് വിലയിരുത്തിയാണ് ഇടക്കാല ആശ്വാസം കോടതി നിരാകരിച്ചത്. കേന്ദ്രം കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ മൂലമാണ് പ്രതിസന്ധി ഉണ്ടായതെന്ന് കരുതിയാലും സമാശ്വാസ നടപടി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായി. അതുവഴി പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഒരു പരിധിവരെ രക്ഷപ്പെടുത്തി. ഇതാണ് മലയാള മനോരമ സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന വാർത്തയുടെ തലക്കെട്ടും അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന വരികളും. ഇനി അന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ 1-ാം പേജാണ്. കടം പറ്റില്ല എന്നാണ് ഹെഡിങ് നൽകിയിരിക്കുന്നത്. അതിനടിയിൽ കേരളത്തിന് ആശ്വാസമില്ല, പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്ന് തുടങ്ങിയ സബ് ഹെഡിങ്ങുകളും എല്ലാം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഈ 2 പത്രങ്ങൾ മാത്രമല്ല, കേരളത്തിലെ വാർത്താ ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള ഹർജി തള്ളി, കേരളം ഉന്നയിച്ച വാദങ്ങൾ സുപ്രീം കോടതി നിരാകരിച്ചു, കേരളത്തിന് കനത്ത തിരിച്ചടി എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളും തലക്കെട്ടുകളുമാണ് ഈ ഒരു സംഭവത്തിന് അന്ന് മാധ്യമങ്ങൾ നൽകിയത്. വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുക, ഈ തലക്കെട്ടും സുപ്രീം കോടതി നൽകിയ ഉത്തരവും തമ്മിലുള്ള ഒരു അജഗജാന്തര വ്യത്യാസം, അതായത് എത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ പണം നൽകി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് വാർത്താ ചാനലുകൾ. അതുപോലെ തന്നെ പണം നൽകി വാങ്ങുന്ന സാധനമാണ് ദിനപത്രം എന്ന് പറയുന്നത്. പക്ഷേ എത്രമാത്രം തെറ്റിദ്ധാരണജനകമായ രീതിയിലാണ് ഈ പത്രങ്ങൾ ഒരു വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വാർത്തകളിലൂടെയാണ്. അതായത് സുപ്രീം കോടതി അന്ന് പറഞ്ഞ, അതായത് ഏത് 10-ാം ക്ലാസ്സും ഗുസ്തിയും ഉള്ള ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതായത് സുപ്രീം കോടതി വിധിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 293-ാം അനുച്ഛേദത്തെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും അത് ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടില്ല എന്നും വിലയിരുത്തി, ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ കൂടുതൽ ഗഹനമായ ഒരു നിയമ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നൊരു സ്ഥിതിയിലാണ് കാര്യങ്ങളുണ്ടായത്. അതിന് ഒപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, കേരളത്തിന് 13,608 കോടി രൂപയുടെ കേരളം നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അധികമായി വായ്പ നൽകുന്നതിനുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അതുകൊണ്ട് 2023-24 വർഷത്തെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മറികടക്കുന്നതിന് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2023-24 വർഷത്തിൽ എൻ്റേതായി കടമെടുക്കുന്നതിന് പ്രത്യേക പ്രസക്തിയില്ല. കാരണം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അധികമായി കടമെടുക്കുന്നതിന് കേരളം ആവശ്യപ്പെട്ട ആ ഭാഗം, ഹർജിയുടെ ആ ഭാഗം അവിടെ നിരാകരിക്കുന്നു, അല്ലെങ്കിൽ തൽക്കാലത്തേക്കത് നിരാകരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഉണ്ടായ വിധിയിൽ കേരളത്തിൻ്റെ ആവശ്യം വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അത് കേന്ദ്ര സർക്കാരിനോട് ഒരു ഉത്തരവ് നൽകാതെ അത് ചർച്ച ചെയ്യണം, നിങ്ങൾ ഇരുകൂട്ടരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കേരളത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യണം, കേരളത്തിൻ്റെ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വമായൊരു നിലപാടിലേക്ക് പോകണം എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതി കൊടുക്കുകയുണ്ടായി. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുക, ഈ കേസിന് പോകുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? അതായത് എല്ലാ പരിധിയും ലംഘിച്ച് സംസ്ഥാനം കടമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. GDP-യുടെ 3% എന്ന് പറയുന്ന നിഷ്കർഷ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ്. കേരളത്തിന് ഒരു പ്രത്യേക ഇളവ് നൽകാൻ കഴിയില്ല.
കേരളത്തിൻ്റെ കടമെടുപ്പിനുള്ള ആ പരിധിയും കടന്ന് അതിനപ്പുറവും എടുത്തിരിക്കുന്നു. ഇനി ഒരു 5 പൈസ കടമെടുക്കാൻ ഞങ്ങൾക്ക് അനുവദിക്കാൻ നിർവാഹമില്ല, അതിനുള്ള അനുവാദം തരികയില്ല എന്ന് ഉറപ്പിച്ച് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യം എന്താണ്? ഒരു കാരണവശാലും കേരളത്തിന് 1 രൂപ പോലും നൽകാനില്ല. ഗ്രാൻറ്റുകളായിട്ടും മറ്റ് സഹായങ്ങളും ഒക്കെ ആയിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി നൽകിക്കഴിഞ്ഞു. പാർലമെൻറ്റിനകത്ത് മുൻ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തി അതിൻ്റെ 2-3 ഇരട്ടി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാദമുഖങ്ങളും ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്നാൽ ഇതെല്ലാം തെറ്റാണ്. കേരളത്തിന് കിട്ടാൻ ഇനിയും നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള ആവശ്യവുമായി കേരളം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകളും കാര്യങ്ങളും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ കണക്കുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിൽ ആദ്യമേ തന്നെ ചവറ്റുകൊട്ടയിൽ പോകേണ്ട ഒരു കേസായിരുന്നു കേരളം നടത്തിയ ഈ ഒറിജിനൽ സ്യൂട്ട്. അതുതന്നെയാണ് അന്ന് മാധ്യമങ്ങളും അതുപോലെ വാർത്താ ചാനലുകളും മറ്റു എല്ലാവരും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് പണം ചെലവഴിക്കുന്നതിൽ കാണിക്കുന്ന കെടുകാര്യസ്ഥതയും ധൂർത്തും മിസ്മാനേജ്മെൻറ്റും എല്ലാം മൂലം വലിയ പ്രതിസന്ധിയിലേക്കായപ്പോൾ അതെല്ലാം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുന്നു, കോടികൾ മുടക്കി വീണ്ടും സുപ്രീം കോടതിയിൽ പോകുന്നു എന്നുള്ള വിമർശനവും കളിയാക്കലും പുച്ഛിക്കലും വരെ നമ്മൾ കണ്ടു. ഈ കേസ് കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് സുപ്രീം കോടതി അപ്പം തന്നെ എടുത്ത് കയ്യോടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞുവെങ്കിലും സുപ്രീം കോടതി സ്വീകരിച്ച നിലപാടെന്താണ്? സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, കേരളത്തിന് അർഹമായത് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാതെ ഇതിനകത്ത് ഇരുകൂട്ടരും ചർച്ച ചെയ്യണം. അവിടെ സുപ്രീം കോടതി വളരെ മര്യാദയോടുകൂടിയ വളരെ സുചിന്തിതമായൊരു തീരുമാനമെടുത്തു. കാരണം ഇത് ഇത്ര രൂപ നിങ്ങൾ കടമെടുക്കാൻ അനുവാദം നൽകണമെന്നുള്ള ഓർഡറിൽ പോകാതെ നിങ്ങൾ ഒരു സമവായത്തിലെത്തും, നിങ്ങൾ ചർച്ച ചെയ്യൂ. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ 13,608 കോടി രൂപ കൂടി കടമെടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക 1 രൂപ കടമെടുക്കാൻ ഇനി ഇല്ല, അത് അനുവദിക്കാൻ കഴിയില്ല, 1 രൂപ പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 13,608 രൂപ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് അനുവദിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ഒറിജിനൽ സ്യൂട്ടിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ വിജയം കേരളം നേടുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അധികമായി വായ്പ എടുക്കാനുള്ള ആ വായ്പയുടെ പ്രസക്തി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം 2023-24 സാമ്പത്തിക വർഷം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ വർഷത്തിൽ ഇനി കടമെടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിൽ പ്രസക്തിയില്ല. രണ്ടാമത് നിങ്ങൾക്ക് അനുഭാവപൂർവമായ നിലപാട് കോടതിയിൽ നിന്നുണ്ടായി. അതിൻ്റെ ഫലമായി തൽക്കാലം പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ആവശ്യത്തിൽ പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗത്തെ കോടതി നിരാകരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് കിടത്തിരിക്കുന്ന നിലപാട് നമ്മൾ ആലോചിക്കുക. ആ കാര്യമാണ് ഈ ഒറിജിനൽ സ്യൂട്ടിലൂടെ കേരളം കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം പറഞ്ഞത് ഈ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ധനകാര്യ ഫെഡറൽ രംഗത്ത് ചില മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഈ ധനകാര്യ ഫെഡറൽ രംഗത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാവുന്നു. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്നു. അവയുടെ ധനപരമായ നിലനിൽപ്പ് അസാധ്യമാക്കുന്ന നിലയിലേക്ക് ചില നിയന്ത്രണങ്ങളും കർക്കശമായ നിലപാടുകളും സ്വീകരിക്കുന്നു. അപ്രകാരം സ്വീകരിക്കുന്നത് പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടാണ്. ഇത് വളരെ പ്രതികൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഭരണഘടനയുടെ 293 അനുച്ഛേദത്തിൽ സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു പുനരാലോചന അല്ലെങ്കിൽ ഒരു കൃത്യമായ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ആവശ്യമാണ്. പ്രത്യേകിച്ച് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്ന കിഫ്ബി ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളുടെ കാര്യത്തിൽ അത് ഈ ഒറിജിനൽ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയുടെ ലിസ്റ്റിലേക്ക് വരുമോ, അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ? അങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പോലെയുള്ള കാര്യങ്ങൾ ഭരണഘടനാ രൂപീകരണ സമയത്ത് ഒരുപക്ഷെ അതിനെ അത്രയും കടന്ന് ചിന്തിച്ച് പോയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന ആവശ്യമാണ്. സംസ്ഥാനത്തിൻ്റെ കടമെടുക്കുക എന്ന് പറയുന്ന കാര്യം
സംസ്ഥാന നിയമസഭയുടെ അധികാരത്തിൽ വരുന്ന കാര്യമാണ്. നിയമസഭ പാസാക്കിയ കാര്യങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വായ്പ എടുക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. ആ അധികാരത്തെ നിഷേധിക്കുന്നതായി ഒന്നും ഈ ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ പ്രകടമായി കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് 3% എന്നുള്ള നിഷ്കർഷയും അതുപോലെ തന്നെ ധനക്കമ്മിയുടെ കാര്യത്തിലുള്ള നിഷ്കർഷയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ധനസഹായം നൽകുന്ന കാര്യത്തിൽ ചില സംസ്ഥാനങ്ങളോട് ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു, ചില സംസ്ഥാനങ്ങളോട് കൂടുതൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്നു. അതുപോലെ ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡിങ്ങിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടാവുന്നു. ആ അവാർഡിങ്ങിൽ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നൽകാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നിത്യാദി അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, ആ വാദങ്ങളാണ് കേരളം കൃത്യമായി തങ്ങളുടെ ഹർജിയിലൂടെ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഉയർത്തിയത്. അതിൽ കഴമ്പുണ്ട്, അതിലൊരു കഴമ്പുമില്ല. ഈ ആർട്ടിക്കിൾ 293 കാര്യത്തിൽ ഒരു പരിശോധനയൊന്നും ആവശ്യമില്ല. അതൊക്കെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞ് ആ കേസ് വിട്ടിരുന്നെങ്കിൽ സ്ഥിതി ആലോചിക്കുക. പക്ഷേ അവിടെ രണ്ടംഗ ബെഞ്ചിന് തോന്നി ഇതിൽ ചില കാര്യങ്ങളുണ്ട്, കേരളം പറയുന്ന ചില പോയിന്റുകൾ പ്രസക്തമാണ്. ഇത്തരത്തിലുള്ള വായ്പകളുടെ കാര്യത്തിൽ ഒരു സ്ഥാപനം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനം വായ്പ എടുക്കുമ്പോൾ ആ സ്ഥാപനം പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ വായ്പ പൂർണ്ണമായും തിരിച്ചടയ്ക്കാൻ കഴിയും, അതിനുള്ള വഴികൾ കൂടി കണ്ടെത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വായ്പ എടുക്കുന്നത്, അതിലൊരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഏജൻസി സ്വതന്ത്രമായി അവരുടെ ധൈര്യപൂർവ്വം അവരുടെ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ശേഷിക്കനുസൃതമായി വായ്പ എടുക്കുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ വായ്പയായി മാറുന്നത് എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 292 കേന്ദ്ര സർക്കാർ എടുക്കുന്ന കടങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുക്കാമോ, അത് നിയമവിധേയമാണോ, കേന്ദ്ര സർക്കാരിനും അത്തരത്തിൽ എടുക്കാമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് നടത്തുന്നത് നിയമവിധേയമല്ല, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വരും. സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്നത് അപ്രകാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വരികയാണെങ്കിൽ അതും ഭരണഘടനാ വിരുദ്ധമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സസൂക്ഷ്മമായൊരു പരിശോധന ആവശ്യമാണ് എന്ന് കോടതി പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള അധിക വായ്പ എടുക്കാനുള്ള ഒരു ആവശ്യം ചില കാരണങ്ങളുടെ പേരിൽ നിരാകരിച്ചു എന്ന് പറയുന്നതോ, ആർട്ടിക്കിൾ 293 ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക്, ഒരു നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാകണം, അത് ഭരണഘടനാ ബെഞ്ചിന് ഞങ്ങൾ വിടുന്നു എന്ന് പറയുന്നതും ഇതിലേതു വാർത്തയാണ് പ്രധാനമായിട്ട് വരുന്നത്? ഈ കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള കാര്യത്തെ സംബന്ധിച്ച് നിരാകരിച്ച് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആർട്ടിക്കിൾ 293 നിയമപരമായി വീണ്ടും പരിശോധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം അത് കേരളത്തിന് മാത്രം ബാധകമാവുന്ന കാര്യമല്ല. അതിലുണ്ടാവുന്ന വിധി എന്തായിക്കോട്ടെ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന, ദേശീയ തലത്തിൽ പ്രസക്തമാകുന്ന, ഇന്ത്യയുടെ ധനകാര്യ ഫെഡറൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിമരുന്നിടുന്ന ഒരു തീരുമാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്കില്ല. അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിൽ വളരെ പ്രസക്തമാവുന്ന ഒരു ഉത്തരവിലേക്ക് സുപ്രീം കോടതി കടക്കുന്നത് ഒന്നാം പേജിൽ പ്രധാന വാർത്തകളുടെ തലക്കെട്ടായി പോലും മാറുന്നില്ല. അവിടെയും ഒരു കുബുദ്ധി കാണിക്കുകയാണ്. കേരളത്തിൻ്റെ ഹർജി തള്ളി, കേരളത്തിന് കടമെടുക്കാനുള്ള ഇനി അനുവാദമില്ല, കേരളത്തെ തിരിച്ചടി എന്നുള്ള രീതിയിൽ എന്തിനാണ് ഒരു കുബുദ്ധിയോടുകൂടി ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ കാര്യം? ഒരു വാർത്ത എന്ന് പറയുന്നത് സേക്രഡ് ആയിട്ടുള്ള, വിശുദ്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതിൽ കൃത്യമായ ഒരു ലൈൻ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിക്കോളൂ, അത് അങ്ങനെയാണ്, കേരളത്തിന് തിരിച്ചടി വന്നു, നിങ്ങളുടെ കമൻറ്റുകളിൽ അത് ആകാം എന്നുള്ളതല്ലാതെ വാർത്തയുടെ കാര്യത്തിൽ പോലും ഈ ഹെഡിങ്ങിൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് സുപ്രീം കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം 293 ആർട്ടിക്കിൾ ഒരിക്കലും പരിശോധിച്ചിട്ടില്ല, അത് പരിശോധിക്കണം, കേരളം ഉന്നയിക്കുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഇത് പ്രസക്തമാണ് എന്ന് പറയുമ്പോൾ ആ പോയിൻ്റ് പ്രധാന വാർത്തയല്ലാതെ മാറുന്നുവെങ്കിൽ
അതിനെ എന്താണ് വിളിക്കേണ്ടത്? അത് എത്രമാത്രം പണം കൊടുത്ത് പത്രങ്ങളും മറ്റും വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്ര നീതി നിഷേധം, ഇത്ര തെറ്റായ രീതിയിൽ ഒരു കാര്യം ചിത്രീകരിച്ച് കൊടുക്കാമോ? അന്ധമായ ഒരു രാഷ്ട്രീയ വിരോധം ഒരു ഗവൺമെൻറ്റിനോടോ മുന്നണിയോടോ പാർട്ടിയോടോ ഒക്കെ ഉണ്ടെങ്കിലും ആ വാർത്തയിൽ അത് കാണിച്ചുകൊണ്ട് വെള്ളം ചേർത്തുകൊണ്ട് പോകുന്ന ഒരു രീതി ആശാസ്യമാണോ എന്ന് ഈ പത്രങ്ങളും ഈ മാധ്യമങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ആ പട്ടിയുടെ കാല് 12 കാലം കുഴലിട്ടാലും അത് നേരെയാവാനൊന്നും പോകുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ ഇരിക്കാതെ പറ്റില്ല എന്നുള്ളത് വേറൊരു വശം. ഇനി കേരളത്തിൻ്റെ ഈ കേസ് കൊടുക്കാൻ പോയ സമയത്ത് കേരളത്തെ പുച്ഛിച്ച് നടന്ന ആളുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, കേരളത്തിന് പിന്നാലെ കർണാടകം കേസിന് പോയിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 37,000 കോടി രൂപ പ്രകൃതി ദുരന്തത്തിൻ്റെ കാര്യത്തിൽ ആശ്വാസം കിട്ടേണ്ടത് കാലതാമസം വരുത്തുന്നു, അത് നൽകുന്നില്ല, അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാടും കേസിന് പോയിരിക്കുന്നു. മനസ്സിലാക്കേണ്ടത് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ പറയുന്നതെല്ലാം വേദവാക്യം. കേന്ദ്ര സർക്കാർ പറയുന്നതിൽ ഒരു അസത്യമോ കള്ളമോ ഇല്ല. അവിടെ പ്രധാനമന്ത്രി മുതൽ ധനമന്ത്രി മുതൽ എല്ലാവരും ഹരിശ്ചന്ദ്രന്മാരുടെ പുനരവതാരങ്ങളാണ്. അവർ പറയുന്നത് ഒന്നും നുണയല്ല, ഒരു തെറ്റുമല്ല. ഇവിടെ കേന്ദ്ര ധനമന്ത്രിയൊക്കെ ഇവിടെ വന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന മാധ്യമങ്ങൾ, അതായത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തിരിക്കുന്നു. കേരളം പറയുന്ന വാദങ്ങളെല്ലാം തള്ളി കേരളം ധനമന്ത്രി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇതൊക്കെയെല്ലാം ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? അപ്പോൾ കേരളം ഉന്നയിച്ച കാര്യങ്ങൾ പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർണാടകവും തമിഴ്നാടും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് കേന്ദ്രം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ചിറ്റമ്മ നയം, വിവേചനം ഇതെല്ലാമാണ്. ഇതിനെല്ലാം എതിരെ ഈ സംസ്ഥാനങ്ങൾ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച് തങ്ങളുടെ സങ്കടങ്ങൾക്ക് നിവൃത്തി വരുത്തണം എന്ന് ആവശ്യപ്പെടുകയല്ലാതെ മറ്റെന്താണ് മാർഗം? അങ്ങനെ ഒരു സംസ്ഥാനങ്ങളെ അത്തരത്തിൽ വിവേചനപൂർവ്വം കാണുകയും അവയുടെ വികസന പ്രവർത്തനങ്ങളെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൈയടിക്കുന്ന മാധ്യമങ്ങൾ സ്വന്തം സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളെക്കുറിച്ചും അവർ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ മലയാളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭാഷയിലാണ് എന്ന് ഓർക്കുകയെങ്കിലും വേണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് സമാപിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.